ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം. ഇന്ന് നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 5-ാമത്തെ അധ്യായമായ കർമ്മസന്യാസ യോഗത്തിലെ 6-ാമത്തെ ശ്ലോകത്തെയാണ് നോക്കുന്നത്. ഈ 6-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നു, സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തുമയോഗത യോഗയുക്തോ മുനിർബ്രഹ്മ ന ചിരേണ അധിഗച്ഛതി. ഇപ്പോൾ ഈ അധ്യായം സമാരംഭിക്കുന്നത് തന്നെ അർജുനൻ്റെ ഒരു സംശയത്തോടു കൂടിയാണ്. സംശയരൂപേണയുള്ള ഒരു ചോദ്യത്തോടു കൂടിയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. കർമ്മസന്യാസവും കർമ്മയോഗവും രണ്ടും മോക്ഷദായകങ്ങളാണ്, അല്ലെങ്കിൽ രണ്ടും പ്രാധാന്യമുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ രണ്ടിൽ ഏതാണ് കൂടുതൽ വൈശിഷ്ട്യമാർന്നത്? ഞാൻ അനുഗമിക്കേണ്ടത് ഏതിനെയാണ് എന്ന് സുനിശ്ചിതമായിട്ട് എനിക്ക് അങ്ങ് പറഞ്ഞു തരണം. കർമ്മയോഗമാണോ കർമ്മസന്യാസമാണോ ഞാൻ സ്വീകരിക്കേണ്ടത് എന്ന ഒരു അഭ്യർത്ഥനയോടുകൂടി ആണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. അർജുനൻ്റെ അഭ്യർത്ഥനയോടുകൂടി. അതിനെ മറുപടിയെന്നോണം ഭഗവാൻ പറഞ്ഞു, രണ്ടും മോക്ഷദായകങ്ങളാണ്. ഒരു വ്യക്തിയെ മുക്തിയിലേക്ക്, മുക്തിപഥത്തിലേക്ക് എത്തിക്കുവാൻ ഈ രണ്ട് മാർഗത്തിലൂടെയും സാധിക്കും. എന്നാൽ കർമ്മയോഗമാണ് കൂടുതൽ വൈശിഷ്ട്യമാർന്നത്. കർമ്മസന്യാസത്തേക്കാൾ കർമ്മയോഗമാണ് കൂടുതൽ വൈശിഷ്ട്യമാർന്നത് എന്ന് പറഞ്ഞു. എന്നാൽ കർമ്മയോഗവും കർമ്മസന്യാസവും അല്ലെങ്കിൽ ജ്ഞാനയോഗവും ഇത് രണ്ടും വ്യത്യസ്തമല്ല. രണ്ടിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. രണ്ടും ഒരേ ലക്ഷ്യത്തെ പ്രതിനിധീകരിക്കുന്നതാണ് എന്ന് പല ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ പറഞ്ഞു. 4-ാമത്തെ ശ്ലോകത്തിൽ സാഖ്യയോഗവും അല്ലെങ്കിൽ സാഖ്യവും യോഗവും, ജ്ഞാനമാർഗവും കർമ്മമാർഗവും ഇത് രണ്ടും വ്യത്യസ്തമാണ്, രണ്ടും രണ്ടാണ് എന്ന് ചിന്തിക്കുന്നത് അറിവില്ലാത്തവരാണ്. പണ്ഡിതന്മാർ ആ വിധത്തിൽ ചിന്തിക്കാറില്ല. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രണ്ടിൻ്റെയും ഫലങ്ങൾ അയാൾക്ക് ലഭിക്കുന്നു, അല്ലെങ്കിൽ ഫലത്തെ അയാൾ പ്രാപിക്കുന്നു, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിൽ അയാൾ എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞു. വീണ്ടും 5-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ജ്ഞാനനിഷ്ഠരായിട്ടുള്ള സന്യാസിമാർ ഏതൊരു സ്ഥാനമാണോ പ്രാപിക്കുന്നത് അത് തന്നെയാണ് കർമ്മയോഗികളായിട്ടുള്ള യോഗികളും പ്രാപിക്കുന്നത്. അപ്പോൾ അവിടെയും രണ്ടും രണ്ടല്ല, രണ്ട് മാർഗമല്ല. വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നുന്നു, പക്ഷേ രണ്ടും വ്യത്യസ്തമല്ല. ഒന്നിലൂടെ മുന്നോട്ട് പോയാൽ തന്നെ മറ്റൊന്നിൻ്റെ ഫലത്തെ പ്രാപിക്കുവാൻ സാധിക്കും. അപ്പോൾ ജ്ഞാനനിഷ്ഠരായിട്ടുള്ള സന്യാസിമാർ
ഏതൊരു സ്ഥാനത്തെയാണോ പ്രാപിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു തലത്തിലാണോ എത്തിച്ചേരുന്നത്, ആ തലത്തിൽ, ആ സ്ഥാനത്തിൽ തീർച്ചയായിട്ടും കർമ്മയോഗികളും എത്തിച്ചേരുന്നു. യാതൊരാളാണോ ജ്ഞാനകർമ്മയോഗങ്ങളെ ഒന്നായി, ജ്ഞാനമാർഗത്തെയും കർമ്മമാർഗത്തെയും രണ്ടിനെയും ഒന്നായി കാണുന്നത്, അവരാണ് യഥാർത്ഥത്തിൽ തത്വത്തെ അറിയുന്നവർ, സത്യത്തെ അറിയുന്നവർ. പരമമായിട്ടുള്ള തത്വത്തെ അറിയുന്നവർ എന്ന് പറയുന്നത് ഈ രണ്ടിനെയും, ജ്ഞാനകർമ്മയോഗങ്ങൾ രണ്ടും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്ന ബോധത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ തത്വത്തെ അറിയുന്നവർ എന്നും 5-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ഇവിടെ 6-ാമത്തെ ശ്ലോകത്തിൽ സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തും അയോഗദ യോഗയുക്തോ മുനിർബ്രഹ്മ നചിരേണ അധിഗച്ഛതി. അല്ലയോ മഹാബാഹോ, ഹേ മഹാബാഹോ, അർജുനനെ ഭഗവാൻ അഭിസംബോധന ചെയ്യുന്നത് മഹാബാഹോ എന്നാണ്. സന്യാസമാകട്ടെ അയോഗത, യോഗം കൂടാതെ, കർമ്മയോഗത്തെ കൂടാതെ ആപ്തും ദുഃഖം, പ്രാപിക്കുവാൻ പ്രയാസമാണ്. സന്യാസം എന്ന് പറയുന്നത് കർമ്മയോഗത്തെ കൂടാതെ, അല്ലെങ്കിൽ കർമ്മയോഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രാപിക്കുവാൻ പ്രയാസമാണ്. കർമ്മ യോഗം എന്ന് പറയുന്നത്, ജ്ഞാനം എന്ന് പറയുന്നത് തിയറിറ്റിക്കലായിട്ടുള്ളതാണ് എങ്കിൽ ആ തിയറിറ്റിക്കലായിട്ടുള്ള തത്വത്തെ പ്രാവർത്തികമാക്കുന്ന പ്രവൃത്തിപഥമാണ് കർമ്മം എന്ന് പറയുന്നത്. അപ്പം ജ്ഞാനം എന്തിന് നേടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ജ്ഞാനത്തെ മാത്രം സ്വാംശീകരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതിനല്ല, മറിച്ച് ആ ജ്ഞാനത്തെ സമാശ്രയിച്ചുകൊണ്ട് കർമ്മത്തിൽ വ്യാപരിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ജ്ഞാനം നേടുന്നത്. ജ്ഞാനയോഗികൾ പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സന്യാസി വര്യന്മാർ, ജ്ഞാനയോഗികളായിട്ടുള്ള സന്യാസിമാർ ഒരിക്കലും കർമ്മം ചെയ്യാതിരിക്കുന്നില്ല. അവരവരുടേതായിട്ടുള്ള കർമ്മങ്ങൾ, ലോകഹിതം മമകരണീയം ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിന് മുഴുവൻ സുഖമുണ്ടാവണം എന്ന ഇച്ഛയോടുകൂടി, ലോകഹിതമാണ് എൻ്റെ പ്രവൃത്തി, ലോകത്തിനെന്താണോ ഹിതം അത് നിർവഹിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം എന്ന ചിന്തയോടുകൂടി താൻ ആർജിച്ച ജ്ഞാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കർമ്മത്തിലൂടെ വ്യാപരിക്കുന്നു. അതാണ് സന്യാസിമാരിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പം ഞാൻ ജ്ഞാനിയാണ്, അതുകൊണ്ട് കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. കർമ്മത്തിന് ഒരു ജീവൻ വയ്ക്കണമെങ്കിൽ, ജ്ഞാനത്തിന് ജീവൻ വയ്ക്കണമെങ്കിൽ കർമ്മത്തിൽ വ്യാപരിക്കണം. അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്നത് ഒരു ജഡാത്മകമായിട്ടുള്ള ഒരു വസ്തുവായി തീരും. ജ്ഞാനത്തിലൂടെ കർമ്മം, ഒരാൾ ജ്ഞാനത്തെ താൻ നേടിയ ജ്ഞാനത്തെ സമാശ്രയിച്ചുകൊണ്ട് ഒരാൾ കർമ്മം ചെയ്യുന്നില്ല എങ്കിൽ ആ ജ്ഞാനം എന്ന് പറയുന്നത് ജഡാത്മകമാണ്. ആ ജ്ഞാനത്തിന് ജീവൻ വയ്ക്കുന്നത് അയാൾ കർമ്മത്തിൽ ഏർപ്പെടുമ്പോഴാണ്. അപ്പോൾ കർമ്മയോഗം കൂടാതെ ഒരിക്കലും
സന്യാസത്തെ പ്രാപിക്കുവാൻ സാധിക്കില്ല. അവിടെയും കർമ്മയോഗം അനിവാര്യമായ ഘടകമാണ്. യോഗയുക്ത കർമ്മയോഗയുക്തനായിട്ടുള്ള മുനി ബ്രഹ്മത്തെ എന്ന് പറഞ്ഞാൽ മോക്ഷത്തെ, മുക്തിയെ, യഥാർത്ഥമായിട്ടുള്ള സത്യത്തെ, തത്വത്തെ, അതിനെയാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തെ നചിരേണ അധിഗച്ഛതി, വേഗത്തിൽ പ്രാപിക്കുന്നു. എങ്ങനെയുള്ള ആളുകൾ? യോഗയുക്തനായിട്ടുള്ള കർമ്മയോഗയുക്തനായിട്ടുള്ള ജ്ഞാനയോഗി. കർമ്മയോഗയുക്തനായിട്ടുള്ള ജ്ഞാനയോഗി വേഗത്തിൽ തന്നെ സത്യത്തെ പ്രാപിക്കുന്നു, സത്യത്തിൽ എത്തിച്ചേരുന്നു, പരമമായ തത്വത്തെ അറിയുന്നു. അതേസമയം ജ്ഞാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കർമ്മത്തിൽ വ്യാപരിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ജ്ഞാനം ഉപയോഗശൂന്യമായി മാറുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് എല്ലാ ജ്ഞാനികളും ജ്ഞാനയോഗികളും കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തത്. അവർക്ക് വേണമെങ്കിൽ ആശ്രമത്തിലോ ഗുഹയിലോ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കാം. ഗുഹയിലിരുന്നു കൊണ്ട് ജ്ഞാനമാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സന്യാസി പോലും അവരുടേതായ കർമ്മത്തിൽ മുഴുകിച്ചേരുന്നു, ഇഴുകിച്ചേരുന്നു. കർമ്മം ചെയ്യാതെ, അതുകൊണ്ടാണ് ശ്രീമദ് ഭഗവത്ഗീത തന്നെ പറയുന്നത്, കർമ്മം ചെയ്യാതിരിക്കുവാൻ ഒരു വ്യക്തിയാലും സാധ്യമല്ല. ഏതൊരു ജ്ഞാനയോഗിയായാലും ആ ജ്ഞാനയോഗി കർമ്മത്തിൽ വ്യാപരിക്കേണ്ടി വരും. കർമ്മത്തിൽ വ്യാപരിച്ചില്ല എങ്കിൽ അയാൾ നേടിയ ജ്ഞാനം അർദ്ധശൂന്യമാണ്, ജഡാത്മകമാണ്, ജീവനില്ലാത്തതാണ്. അപ്പോൾ ജ്ഞാനത്തിന് ജീവൻ വയ്ക്കുന്നത് ജ്ഞാനത്തെ സമാശ്രയിച്ചുകൊണ്ട് കർമ്മത്തെ നിർവഹിക്കുമ്പോഴാണ്. അതുകൊണ്ട് കർമ്മയോഗത്തെ കൂടാതെ ഒരാളിനും ശരിയായ വിധത്തിൽ സന്യാസത്തെ പോലും പ്രാപിക്കുവാൻ സാധ്യമല്ല. കർമ്മയോഗയുക്തനായിട്ടുള്ള മുനി അതിവേഗത്തിൽ തന്നെ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു, സത്യത്തെ പ്രാപിക്കുന്നു, തത്വത്തെ അറിയുന്നു, മോക്ഷത്തിൽ എത്തിച്ചേരുന്നു, മുക്തിയെ പ്രാപിക്കുന്നു. അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ എത്തിച്ചേരുന്നു, ബ്രഹ്മത്തെ അറിയുന്നു, ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്നൊക്കെ പറയാം. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാകുന്നത്. നമസ്തേ.